ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇക്വിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങി, മേ ബി നിങ്ങളിപ്പോൾ ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടാവില്ലേ? പക്ഷെ ഇപ്പം ബോണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഇവിടെ ഡൈവേഴ്സിഫൈഡ് അല്ല. നിങ്ങൾ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. ഇക്വിറ്റീസ് അസറ്റ് ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം വോളറ്റൈൽ ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഒരു മാർക്കറ്റ് ക്രാഷ് മതി നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോ ഇവിടെ ഇടിയാനായിട്ട്. അപ്പോൾ ഈ ഒരു അസറ്റ് ക്ലാസ് ആണ് മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കംപ്ലീറ്റ്ലി ഇവിടെ ഒഴിവാക്കുന്നത്. ഇപ്പോൾ ഗ്ലോബലി ബോണ്ട് മാർക്കറ്റ് ഏകദേശം $145 ട്രില്യൺ മൂല്യമുണ്ട്. അതേസമയത്ത് ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $126 ട്രില്യൺ ആണ് മൂല്യം വരുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഗ്ലോബൽ ബോണ്ട് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും വലുതാണ്. ഹിസ്റ്റോറിക്കലി ഫിക്സഡ് ഇൻകം മാർക്കറ്റ് ഇക്വിറ്റീസിനേക്കാളും വലുതാണ്. അപ്പോൾ ഇത് ക്ലിയർലി ചാർട്ടിൽ വിസിബിൾ ആണ്. ഇപ്പോൾ 2010 മുതൽ 2024 വരെ ഡേറ്റ പോയിന്റ് കൺസിസ്റ്റന്റ്ലി കാണിക്കുന്ന ബോണ്ട് മാർക്കറ്റ് ഇക്വിറ്റി മാർക്കറ്റിനേക്കാളും വലുതാണെന്നാണ്. അതുപോലെ നിങ്ങൾ ഇവിടെ സ്കെയിൽ നോക്കിയേ, ഇന്ത്യയുടെ ബോണ്ട് മാർക്കറ്റ് ഏകദേശം 240 ലക്ഷം കോടി മൂല്യമുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം $2.8 ട്രില്യൺ ആണ്. എന്നാൽ കോർപ്പറേറ്റ് ബോണ്ട് ഏകദേശം 22% മാത്രമാണ്, അതായത് ഏകദേശം 54 ലക്ഷം കോടി. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു സെഗ്മെന്റ് ഇപ്പോഴും റിലേറ്റീവ്ലി ചെറുതാണെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഇപ്പോഴും ഡെവലപ്പിംഗ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ ക്രിസിൽ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്ത് 2030 ആകുമ്പോഴേക്കും കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് ഏകദേശം 100 മുതൽ 120 ലക്ഷം കോടി എത്തിക്കൊണ്ട് ഇരട്ടിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പൊ പോപ്പുലർ ആവാൻ പോകുന്ന പുതിയ എന്തെങ്കിലും ട്രെൻഡ് ആണോ ഇതെന്നുള്ളത്? ഒരിക്കലല്ല. ബോണ്ട് പുതിയ കണ്ടുപിടുത്തമൊന്നല്ല, കഥ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങും മുന്നേ ഉള്ളതാണ്. ബോണ്ടിന്റെ ആദ്യത്തെ തെളിവുകള് 2400 BC മെസപ്പൊട്ടോമിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ 1100കളുടെ ആദ്യകാലത്ത് വെനീസിലെ യുദ്ധത്തിന് ചെലവുകൾ ഫൈനാൻസ് ചെയ്യാനായിട്ട് പ്രസ്റ്റീറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്തിരുന്നു. ഇനിയിപ്പം നമ്മളിവിടെ വേറൊരു രീതി പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും പഴയതും അതുപോലെ തന്നെ ഏറ്റവും അധികം കാലം നിലനിന്നൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രം ശ്രദ്ധിക്കുന്ന അസറ്റ് ക്ലാസ്സിൽ ഒന്നായിട്ടാണ് ഇത് തുടരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ബോണ്ട്സ് എന്താണ്, കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് അത് എങ്ങനെ നിങ്ങളെ സഹായിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്തിനാണ് ആരെങ്കിലും ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്? അപ്പോൾ ഗവൺമെന്റിന് അവർ ടാക്സ് വഴി ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെലവാക്കേണ്ടതായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നികത്താനായിട്ട് ഗവൺമെന്റ് എവിടെ നിന്നെങ്കിലും ഒരു കടം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ബോണ്ട് മാർക്കറ്റ്. അപ്പോൾ ഗവൺമെന്റിന് കമ്പനി പോലെ ഷെയർസ് ഇവിടെ വിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, പബ്ലിക് സ്പെൻഡിങ് ആയിട്ടുള്ള ഫണ്ട് ബോണ്ട് വഴി ഫണ്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ ഇവിടെ കമ്പനീസിനോ അവരും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് വളർത്താനായിട്ട്, നിലവിലെ ഡെറ്റ് റീഫൈനാൻസ് ചെയ്യാനായിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട്, അല്ലെങ്കിൽ മറ്റ് കമ്പനീസിലെ അക്യൂർ ചെയ്യാനായിട്ട് അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചോദിക്കാം, കമ്പനികൾ എന്തുകൊണ്ടാണ് ബാങ്ക് ലോണുകൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ബാങ്ക് കടം നൽകുന്നതിന് വേണ്ടി റെഡി ആയതിനേക്കാളും വലിയ തുക കമ്പനികൾക്ക് ബോണ്ട് റേസ് ചെയ്ത് നേടാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒരു കമ്പനിക്ക് നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഫണ്ട് അവർക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്ക് ലോണിലൂടെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ബാങ്ക് ലോണുകൾക്ക് പല സ്ട്രിക്ട് ഓപ്പറേഷണൽ റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. എന്നാൽ ബോണ്ടിനാണെങ്കിൽ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ട്. സോ ബോണ്ട് എക്കോണമിയുടെ പ്ലംബിംഗ് സിസ്റ്റം പോലെയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ ഗവൺമെന്റ് റോഡുകൾ നിർമ്മിക്കാനോ കമ്പനികൾക്ക് ബിസിനസ് വളർത്താനോ ഇവിടെ കഴിയുന്നല്ല. ഇനിയിപ്പം ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യമോ, പൈസ കടം കൊടുത്ത് ഒരു പ്രഡിക്റ്റബിൾ ഇൻകം നേടാനുള്ള വഴിയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടിടത്തും ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് ഇത്രയും വലുത്. സോ എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിട്ടേൺ ലോൺ ആണ്. അപ്പോൾ നിങ്ങളൊരു ബോണ്ട് വാങ്ങുമ്പോൾ നിങ്ങളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിലേക്ക് പണം കടം കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഷെയർസ് പോലെ ഓണർ ആവുമല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊരു ലെൻഡർ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണം കടം കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് ഒരു പ്രോമിസ് നമുക്ക് ഉണ്ടാവും, റെഗുലർ ആയിട്ട് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് പേ ചെയ്തോളാം എന്നുള്ളത്. അതുപോലെ ഒരു ഫിക്സഡ് ഡേറ്റിനുള്ളിൽ പ്രിൻസിപ്പൽ തിരിച്ച് തരാമെന്ന്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ഒരു 4 ടേംസ് നിങ്ങളിവിടെ ഓർത്ത് വെക്കുക. ആദ്യത്തെ ഫേസ് വാല്യൂ, മെച്യൂരിറ്റി ടൈമിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണിത്. ഇപ്പം 1000 രൂപയുടെ ബോണ്ട് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ടൈമിൽ നമുക്ക് 1000 രൂപ ഇവിടെ തിരിച്ചു കിട്ടും. ഇനി കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അതായത് ഇപ്പോൾ 1000 രൂപയ്ക്ക് 7% കൂപ്പൺ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും 70 രൂപ. ഇനിയിപ്പം മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ തിരിച്ചു നൽകുന്ന എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പോൾ ഇത് 3 ഇയർ, 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ ബോണ്ട് ആവാം. ഇനിയാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. നിങ്ങൾ കൂപ്പൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. 1000 രൂപയുടെ മേളിൽ 7% എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും 70 രൂപ പേയ്മെന്റ്. എന്നാൽ ബോണ്ടിൽ വേറൊരു റേറ്റും കൂടി വരുന്നുണ്ട്. അതാണ് ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ YTM. നിങ്ങളൊന്നെ സെയിം ബോണ്ടിൽ നിന്ന് 2 റിട്ടേൺ മെട്രിക്കോ, അതെങ്ങനെ ഇവിടെ വർക്ക് ആവും? കൂപ്പൺ അതുപോലെ YTM എന്താണ് എക്സാക്ട്ലി ഇത്? അതുപോലെ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ നമുക്കൊന്നത് മനസ്സിലാക്കാം. അപ്പോൾ കൂപ്പൺ ഫിക്സ്ഡ് ആണ്. ഇത് എപ്പോഴും ഫേസ് വാല്യൂലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1000 രൂപയുടെ മേൽ 7% എന്ന് പറഞ്ഞാൽ 70 രൂപ. അപ്പോൾ ഇവിടെ നിങ്ങൾ ബോണ്ട് ഏത് വില കൊടുത്ത് വാങ്ങിയതായാലും അതങ്ങനെയാണ് വരുന്നത്. എന്നാൽ YTM ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് ഇന്നത്തെ പ്രൈസിൽ ബോണ്ട് വാങ്ങിയിട്ട് മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്ന റിട്ടേൺസ് ആണ്.
അതായത് കൂപ്പൺ മാത്രമല്ല, നിങ്ങൾ ബോണ്ട് വാങ്ങിയ വില ഇതിൽ കൺസിഡർ ചെയ്യും. ഇനി ഇവിടെയാണ് കളി മാറുന്നത്. ഇപ്പൊ 1000 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ബോണ്ട് 1000 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ ഇവിടെ കൂപ്പൺ റേറ്റ് അതിൽ YTM സെയിം ആയിരിക്കും. എന്നാൽ ഇപ്പൊ ബോണ്ട് ഫേസ് വാല്യൂവിൽ അല്ലെങ്കിലോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഫേസ് വാല്യൂ അല്ല ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ പ്രൈസ് എന്തായിരിക്കും ഇവിടെ വരുന്നത്? സപ്പോസ് നിങ്ങൾ ഇപ്പം 1000 രൂപയുടെ ബോണ്ട് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ 940 രൂപയ്ക്ക്. ഇപ്പൊ നോക്ക് എന്താ സംഭവിച്ചതെന്ന്. ഒരു സൈഡിൽ നിങ്ങൾ എല്ലാ വർഷവും 70 രൂപ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, വേറൊരു സൈഡിൽ മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് ഫുൾ 1000 രൂപയുടെ കിട്ടുന്നുണ്ട്. അതായത് അഡീഷണൽ 60 രൂപ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് നേട്ടമാണ്, കൂപ്പൺ ഇൻകം അതുപോലെ പ്രൈസ് ഗെയിനും. അതുപോലെ ഈ ഒരു കേസിൽ നിങ്ങളുടെ YTM കൂപ്പൺ റേറ്റിനേക്കാളും കൂടുതലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് 7% മുകളിലാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം YTM രണ്ട് ബെനിഫിറ്റ്സും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് വശത്തിൽ നിന്ന് നേട്ടം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ബോണ്ട് മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ മാർക്കറ്റ് പ്രൈസ് ഏതാണോ അതിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ എത്ര റിട്ടേൺസ് കിട്ടും എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി എല്ലാ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എന്തിനാണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എനിക്ക് ഓൾറെഡി FD ഉണ്ടല്ലോ, സേഫ് അല്ലേ എന്ന്. അപ്പൊ ഇവിടെയാണ് ആവറേജ് ഇൻവെസ്റ്റേഴ്സ് മുതൽ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ഡിഫറൻസ് തുടങ്ങുന്നത്. അപ്പൊ ബോണ്ട് ട്രേഡബിൾ ആണ്, ലൈവ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കാരണം ഇവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് തുറന്നു വരുന്നത്. ആദ്യത്തെ കാര്യം, ഹയർ റിട്ടേൺ പോസിബിലിറ്റി ബോണ്ടിൽ നൽകാൻ വേണ്ടിയിട്ട് കഴിയും, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ബോണ്ടുകൾക്ക്. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് ഇടിഞ്ഞാൽ നിങ്ങളുടെ ബോണ്ട് വില ഇവിടെ കൂടും. അതായത് നിങ്ങൾ ജസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക മാത്രമല്ല ചെയ്യുന്ന, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി ഇവിടെ കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് FDയിൽ ഇത് കിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരുപാട് വർഷത്തേക്ക് നല്ല റേറ്റിൽ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൈസ ഒരു പ്രൊഡക്റ്റിൽ മാത്രം ഇടാത്തത്. അവർ പല അസറ്റ് ക്ലാസ്സിലേക്ക് ഇവിടെ ഡൈവേഴ്സിഫൈ ചെയ്യും. ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്, ബോണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സിലേക്കൊക്കെ. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോക്ക് സ്റ്റെബിലിറ്റിയും റെഗുലർ ഇൻകം നൽകുന്ന റോളാണ് ബോണ്ട് ഇവിടെ കളിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണ്. ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റ് പല വെറൈറ്റി ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം വെച്ച് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം സേഫ്റ്റി, അതിൽ ഗവൺമെന്റ് ബാക്കിംഗ് വേണോ എന്ന് നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഡയറക്ട്ലി സെൻട്രൽ ഗവൺമെന്റ് ആണ് ലെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനീസ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഇതിലേക്ക് നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേമിലേക്ക് എവിടെയെങ്കിലും ക്യാഷ് വെക്കണം എന്നാണോ, എന്നാൽ ട്രഷറി ബിൽസ് നോക്കാം. അപ്പൊ ഇത് 91 ഡേയ്സ്, 182 ഡേയ്സ്, അതുപോലെ 364 ഡേയ്സ് എന്ന ടെന്യൂറിലാണ് വരുന്നത്. അപ്പൊ ഇവര് കൂപ്പൺ ഒന്നും കൊടുക്കുന്നില്ല, അതിന് പകരം ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 98,000 രൂപയ്ക്കാണ് വാങ്ങുന്നത്, മെച്യൂരിറ്റി സമയത്ത് 1 ലക്ഷം നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു കിട്ടുവാണ്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസമാണ് നിങ്ങളുടെ റിട്ടേൺ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഈൽഡ് വേണം, എന്നാലും ഇപ്പോഴും നിങ്ങൾ ഗവൺമെന്റ് ബാക്ക് ഇൻസ്ട്രുമെന്റ്സ് ആണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ്സ് അവരുടെ പ്രോജക്ട്സിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാനായിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഈൽഡ് നമുക്ക് ഇവിടെ നൽകും. കാരണം ഇഷ്യൂർ വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് നോക്കുന്നുണ്ടോ? അപ്പോൾ പബ്ലിക് സെക്ടറിലേക്ക് നിങ്ങൾക്ക് എക്സ്പോഷർ വേണോ? അങ്ങനെയെങ്കിൽ PSU ബോണ്ട്സ് വേറൊരു ചോയ്സ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് ബാക്ക് കമ്പനീസ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, ലൈക്ക് പവർ, റെയിൽവേസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതിൽ ഫൈനാൻഷ്യൽ സെക്ടേഴ്സ് ഒക്കെ. സ്ട്രോങ് PSUs എന്നുള്ള ബോണ്ട് പൊതുവെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാറ്റഗറിയിലേക്ക് നമുക്ക് വരാം. കൂടുതൽ റിട്ടേൺസ് വേണമെന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സ് നിങ്ങൾക്ക് നോക്കാം. ഇത് പ്രൈവറ്റ് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ വലിയ AAA റേറ്റഡ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് റിലേറ്റീവ്ലി സേഫ് ആയിരിക്കും. പക്ഷേ കുറഞ്ഞ റേറ്റിംഗ് ഉള്ള കമ്പനിയുടെ ബോണ്ട് കൂടുതൽ ഈൽഡ് ഇവിടെ നൽകും. എന്നാൽ അതിന് ഡിഫാൾട്ട് റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കമ്പനിയെ കുറിച്ച് ഹോംവർക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ബോണ്ട് റേറ്റിംഗ്സ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബോണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റേറ്റിംഗ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നാണ്. ഇവിടുത്തെ റൂൾ സിമ്പിൾ ആണ്. റേറ്റിംഗ് കുറയും തോറും ഈൽഡ് ഇവിടെ കൂടും. കാരണം മാർക്കറ്റ് നിങ്ങൾ അഡീഷണൽ റിസ്ക് എടുക്കുന്നതിന് പകരമായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് നൽകി നിങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആയ ക്രിസിൽ, ICRA, കെയർ, ഇന്ത്യ റേറ്റിംഗ്സ് ഇഷ്യൂറിന്റെ കടം തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ആദ്യം ആക്സസ് ചെയ്യും. റേറ്റിംഗ് കൊടുക്കും മുമ്പ് അവർ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റബിലിറ്റി, ഡെറ്റ് ലെവൽസ്, ഇൻട്രസ്റ്റ് കവറേജ്, ബിസിനസ് സ്ട്രെങ്ത്, സെക്ടർ റിസ്ക്, മാനേജ്മെന്റ് ക്വാളിറ്റി എല്ലാം നോക്കും. അതിനുശേഷമാണ് AAA മുതൽ D വരെയുള്ള റേറ്റിംഗ് അസൈൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ റേറ്റിംഗ് പെർമനന്റ് അല്ല. ഇപ്പോൾ ഫൈനാൻഷ്യൽസ് വീക്കായ ഈവൻ AAA റേറ്റഡ് ഇഷ്യൂർ AA ആയിട്ട് പോകാം, അല്ലെങ്കിൽ അതിന് താഴേക്കൊക്കെ പോകാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളത്, റേറ്റിംഗ് ഒരു ഒപ്പീനിയൻ ആണ്, ഗ്യാരണ്ടി അല്ല. 2008 ക്രൈസിസ് സമയത്ത് മൈക്കിൾ ബറി റേറ്റിംഗ് മാത്രം ആശ്രയിച്ചില്ല. അവർ അണ്ടർലൈൻ ലോൺസിന്റെ ആക്ച്വൽ ക്വാളിറ്റി നോക്കിയപ്പോൾ AAA ലേബിൾ റിയാലിറ്റി ആയിട്ട് മാച്ച് ആയില്ല. അപ്പോൾ ഇവിടുത്തെ ലെസൺ സിമ്പിൾ ആണ്. റേറ്റിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഒരിക്കലും ഒരു ഫൈനൽ ആൻസർ അല്ല. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ബോണ്ടിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇപ്പോൾ ഡെയിലി പ്രൈസ് സ്വിങ്സിന്റെ ടെൻഷൻ ഇല്ലാതെ സ്റ്റെബിലിറ്റിയും ഒരു പ്രഡിക്റ്റബിൾ ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബോണ്ട് കൂപ്പൺ അവർക്ക് റെഗുലർ ക്യാഷ് ഫ്ലോ നൽകും. ഇനിയിപ്പം സാലറിക്ക് പുറമെ എല്ലാ വർഷവും ഒരു ഫിക്സഡ് ഇൻകം സ്ട്രീം ആവശ്യമുള്ളവർ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
ഇനിയിപ്പം ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ളവർക്ക്, അതായത് ഇക്വിറ്റീസിലും മ്യൂച്വൽ ഫണ്ടിലും ഓൾറെഡി പോർട്ട്ഫോളിയോ ഉള്ളവർക്ക് പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേബിൾ അസറ്റ് ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോണ്ടിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ താഴെ പോയാലും ബോണ്ട് പലപ്പോഴും ഒരു കുഷൻ പോലെ ഇവിടെ പ്രവർത്തിക്കും. ഇനി അടുത്ത് ടാക്സ് സേവേഴ്സ് ആണ്. അപ്പോൾ ടാക്സ് സേവേഴ്സിന് ടാക്സ് ഫ്രീ ബോണ്ട്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് എഫിഷ്യൻസി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്, ബോണ്ട് റിസ്ക് ഫ്രീ അല്ല. ഫിക്സഡ് ഇൻകം എന്നത് ഫിക്സഡ് റിട്ടേൺസും അല്ല. ഇഷ്യൂവേഴ്സ് ഡീഫാൾട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ബോണ്ട് പ്രൈസ് ഇവിടെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണ്ട് ടൈപ്പ് നിങ്ങളുടെ ഗോളും റിസ്ക് അപ്പറ്റേറ്റും അനുസരിച്ച് മാച്ച് ആവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് 3 കാര്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്യൂർ ആരാണ്, റിട്ടേൺ എവിടെ നിന്നാണ് വരുന്നത്, റിസ്ക് എവിടെയൊക്കെയാണ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. കാരണം സ്മാർട്ട് ഇൻവെസ്റ്റിംഗിൽ നമ്മൾ റിട്ടേൺസ് മാത്രം ഫോളോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റിസ്ക് മനസ്സിലാക്കി നമ്മൾ റിട്ടേൺസ് ഏൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.